പ്രിയമുള്ളവരെ, വചനജ്വാല 1763 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂൺ 29 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ വണക്കം 29 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 39 അധ്യായം 21 മുതൽ 29 വരെയുള്ള തിരുവാക്യങ്ങളും 40 അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളുമാണ് ഇന്നു നാം ശ്രവിക്കുക. ഇസ്രായേലിന് ശിക്ഷ. ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും. ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും. തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്നു മുതൽ ഇസ്രായേൽ ഭവനം അറിയും. ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവർത്തികൾ മൂലമാണ് അടിമത്തത്തിൽ അകപ്പെട്ടതെന്ന് ജനതകൾ ഗ്രഹിക്കും. അവർ അവിശ്വസ്തമായി എന്നോട് പെരുമാറി. അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ച് അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരെല്ലാം വാളിന് ഇരയായി തീർന്നു. അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു. അവരിൽ നിന്ന് മുഖം മറച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിന്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും. എൻ്റെ പരിശുദ്ധ നാമത്തെ പ്രതി ഞാൻ അസൂയാലുവായിരിക്കും. ആരും ഭയപ്പെടുത്താനില്ലാതെ സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവിശ്വസ്തതയെ കുറിച്ചുള്ള ലജ്ജ അവർ വിസ്മരിക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും. അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുൻപിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അവർ അറിയും. എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിന് അയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ചു കൂട്ടുകയും ചെയ്തു. അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നാം 40 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. ഭാവി ദേവാലയം. നമ്മുടെ പ്രവാസത്തിന്റെ 25 വർഷം ആദ്യ മാസം 10 ദിവസം, അതായത് നഗരം പിടിച്ചെടുക്കപ്പെട്ടതിന്റെ 14 വർഷം അതേ ദിവസം കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. എന്നെ ഒരു ദൈവീക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി. അവിടെ എൻ്റെ മുൻപിൽ ഒരു പട്ടണത്തിന്റെ ഏതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ടുണ്ടാക്കിയതെന്ന് പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുകോലും ഉണ്ടായിരുന്നു. അവൻ പടിപ്പുരയിൽ നിൽക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ സൂക്ഷിച്ചു നോക്കുകയും
ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഞാൻ കാണിച്ചു തരുന്നതിലെല്ലാം നിന്റെ മനസ്സുറപ്പിക്കുക. അവൻ എനിക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക. ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. അവന്റെ കയ്യിലായിരുന്ന അളവുകോലിന്റെ നീളം 6 നീണ്ട മുഴമായിരുന്നു. അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം. അവൻ ഭിത്തിയുടെ കനം അളന്നു. കനം 1 ദണ്ഡ്, ഉയരവും അളന്നു, അതും 1 ദണ്ഡ്. കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിന്റെ നടകൾ കയറി ഉമ്മറപ്പടി അളന്നു. അതിന്റെ ഉയരം 1 ദണ്ഡ്. പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും ഓരോ ദണ്ഡ് നീളവും 1 ദണ്ഡ് വീതിയും. അവയ്ക്കിടയിലുള്ള സ്ഥലം 5 മുഴം. പടിപ്പുരയുടെ പൂമുഖത്തിനടുത്തുള്ള വാതിലിന്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം 1 ദണ്ഡ്. അവൻ പടിപ്പുരയുടെ പൂമുഖം അളന്നു 1 ദണ്ഡ്. അവൻ പടിപ്പുരയുടെ പൂമുഖം അളന്നു 8 മുഴം നീളം. കട്ടിളപ്പടികൾക്ക് 2 മുഴം നീളം. പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു. കിഴക്കേ വാതിലിന് ഇരുവശവും 3 മുറി വീതം ഉണ്ടായിരുന്നു. എല്ലാറ്റിനും ഒരേ അളവ് തന്നെ. ഇരുവശങ്ങളിലുമുള്ള കട്ടിളപ്പടിക്കും ഒരേ അളവ് തന്നെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ പത്രോസ് പൗലോസ്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. അന്ത്രയോസ് ശ്ലീഹായുടെ അനുജനും യവനാന്റെ മകനുമായ ശമയോൻ ഗലീലിയിൽ ജനിച്ചു. വിവാഹശേഷം കഫർനമിലേക്ക് മാറി താമസിച്ചു. സ്നാപകന്റെ പ്രസംഗത്തോടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായി. സ്നാപകനാണ് ഇരുവരെയും യേശുവിനെ പരിചയപ്പെടുത്തിയത്. അപ്പോഴാണ് യോനായുടെ പുത്രനായ ശിമയോനെ ഇനി മുതൽ കേപ്പ, അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും എന്നരുളി ചെയ്തത്. പുനരുത്ഥാന ശേഷം ഈശോ അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പസ്തോലന്മാരിൽ പ്രമുഖ സ്ഥാനം പത്രോസിനാണ്. 3 പേരെ തിരഞ്ഞെടുത്തപ്പോഴും എല്ലാറ്റിനും മുമ്പിൽ പത്രോസായിരുന്നു. 7 കൊല്ലത്തോളം അന്ത്യോക്യയിൽ ഭരിച്ച ശേഷം 25 വർഷം റോമയിൽ പേപ്പൽ സിംഹാസനം അലങ്കരിച്ചു. 67 ജൂൺ 29-ാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് കുന്നിൻ മുകളിൽ കുരിശിൽ തല കീഴായി തറച്ചു കൊന്നു. ബെഞ്ചമിൻ ഗോത്രജനായ സാവൂൾ കർത്താവിന്റെ ശിഷ്യരെ കൊന്നൊടുക്കുമെന്ന ഭീഷണി മുഴക്കി ജീവിച്ചയാളാണ്. ഡമാസ്കസിലേക്ക് പോകുമ്പോൾ പ്രകാശം തട്ടി വീഴുകയും യേശുവിന്റെ ദർശനത്താൽ മർദ്ദകനായ സാവൂൾ പൗലോസായ കഥ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അനനിയാസിൽ നിന്നും സ്നാനം സ്വീകരിച്ച് കുറെ ദിവസം ഡമാസ്കസിൽ താമസിച്ച് ക്രിസ്തുവിന്റെ ദൈവത്വം പ്രസംഗിച്ച് യഹൂദരുടെ വിദ്വേഷപാത്രമായി 14 ലേഖനങ്ങൾ പല സഭകൾക്കുമായി എഴുതി. 57 ബന്ധനസ്ഥനായി. 67 തല വെട്ടിയതായിട്ടാണ് ചരിത്രം. 3 പ്രാവശ്യം ശിരസ് കുതിച്ചു ചാടിയെന്നും ഓരോ സ്ഥലത്തും ഓരോ ഉറവകൾ ഉണ്ടായെന്നും പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.